പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുന്ന സമയത്ത് അതിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില 2 ഇതിൽ കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി 8 ചുളയും വെളുത്തുള്ളി 8 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളികൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വാടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളകിന് ഞാനിവിടെ പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറിക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചുരക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചുരക്ക ഇട്ട് കൊടുക്കുകയാണ്. ചുരക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുപോലെ പച്ചമുളക് ഞാനൊരു 8 എണ്ണം നടുവേ കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് എല്ലായിടത്തും ആ മുളകും തേങ്ങ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒന്നിച്ച് ഉപ്പിട്ട് കൊടുക്കണമെന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേവൊന്ന് കുറച്ചായി കഴിയുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉപ്പ് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ച് ഇനി നമുക്ക് ഇടയ്ക്ക് മൂടി ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോഴാണ് വേവ് എല്ലായിടത്തും ഒരേപോലെ എത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചുരക്ക എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ തൂക്കം വരുന്നതാണ്. അപ്പോൾ അത് കനം കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കഴുകി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ആദ്യം പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ ചുരക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.